ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. ഒരു FIR ഫിൽറ്ററിൻ്റെ സിമ്മട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ബേസിക്കലി ഒരു FIR ഫിൽറ്ററിനകത്തേക്ക് ഒരു സിമ്മട്രിക് സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ്. സിമ്മട്രിക് സിഗ്നൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സിഗ്നൽസിൽ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സെൻറ്റർ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സെയിം വാല്യൂസ് തന്നെയാണ് വരുന്നതെങ്കിൽ, ദറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് എൻ എന്നുള്ളൊരു റെസ്പോൺസാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് സിഗ്നൽ എന്ന് വിളിക്കും. ആ ഒരു സിമെട്രിക് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് സപ്പോസ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദറ്റ് ഈസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈസ് ഈക്വൽ ടു summation n is equal to 0 to n minus 1 h of n, അതാണ് നമ്മുടെ ഇൻപുട്ട്, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. സോ ഒരു ഫൊറിയർ ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോംപ്ലക്സ് നമ്പർ. അതും നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ? നമ്മൾ ഏതൊരു ഇൻപുട്ടിനെയും ഈ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കോംപ്ലക്സ് ഫോമിലാണ് കിട്ടുക, ഇ റേസ് ടു ജെ ഒമേഗ എന്നുള്ള ഫോമൊക്കെ ഉള്ളതുകൊണ്ട്. സോ ഈ ഒരു ടേം ഒരു കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേമിനെ വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. അതായത് അതിനൊരു മാഗ്നിറ്റ്യൂഡ് സെക്ഷൻ ഉണ്ടാവും, ഒരു ഫേസ് സെക്ഷനും ഉണ്ടാവും. സോ പ്ലസ് ഓർ മൈനസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആൻഡ് ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫേസ്. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. സോ അപ്പോൾ നമ്മൾ ഈ സെയിം എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗനെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 and 2 ഇക്വേറ്റ് ചെയ്യാമല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേം ഇവിടെ നമുക്ക് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ഉണ്ട്, അതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ ഉണ്ട് അല്ലേ? സോ ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്നുള്ള ഫോം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ ഇ റേസ് ടു മൈനസ് ജെ തീറ്റനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ എന്നുള്ള ഫോമിലേക്ക് എഴുതാം. സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഈ എക്സ്പൊണൻഷ്യലിനകത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? എച്ച് ഓഫ് എൻ ഇൻറ്റു കോസ് ഒമേഗ എൻ മൈനസ് ജെ സൈൻ ഒമേഗ എൻ. സോ എനിക്കിവിടെ കോസിൻ്റെ ടേമും സൈൻ്റെ ടേമും ഉണ്ട്, ഇവിടെയും കോസിൻ്റെ ടേമും സൈൻ്റെ ടേമും ഉണ്ട്. നൗ ലെറ്റ് us ഇക്വേറ്റ് സൈൻ ആൻഡ് കോസ്. സോ ഈ സൈനിൻ്റെയും കോസിൻ്റെയും ടേംസുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന ടേം എന്താണ്? ദിസ് ടേം, അതായത് എച്ച് ഓഫ് എൻ ഇൻറ്റു കോസിൻ്റെ ഒരു ടേമും ദിസ് മോഡുലസ് ടേം ഇൻറ്റു കോസിൻ്റെ ടേമും. സോ കോസിൻ്റെ ടേമുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്കിതാണ് കിട്ടുക. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുകയാണ്. അതുപോലെ തന്നെ സൈനിൻ്റെ ടേം നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഐ എം ഗെറ്റിംഗ് ഇക്വേഷൻ ലൈക്ക് ദിസ്. ലെറ്റ് us കോൾ ഇറ്റ് ഇക്വേഷൻ നമ്പർ 4. സോ എനിക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ എം ഡിവൈഡിങ് 4 വിത്ത് 3. സോ 4/3 എന്നുള്ള കൺസിഡറേഷൻ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എക്സ്പ്രഷൻ എന്ത് കിട്ടും? സമ്മേഷൻ ഓഫ് ദിസ് ടേം ഡിവൈഡഡ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. സോ ഇതിൻ്റെ കേസിൽ ഈ മോഡുലസിൻ്റെ ടേം രണ്ടും ക്യാൻസൽ ആയിപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അങ്ങനെയാണ് എനിക്ക് ഈ എക്സ്പ്രഷൻ അവിടെ കിട്ടുന്നത്. സോ സൈൻ ആൽഫ ഒമേഗ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ഒമേഗ എന്നുള്ള ഫോമിലാണ്. ഇനി ഞാനിവിടെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? സമ്മേ എൻ ഇസ് ഈക്വൽ ടു 0 to n minus 1 എച്ച് ഓഫ് എൻ സൈൻ ഒമേഗ എൻ ഇൻറ്റു കോസ് ആൽഫ എൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇത് അപ്പുറത്തേക്ക് പോകുമ്പം സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 0 to n minus 1 എച്ച് ഓഫ് എൻ കോസ് ഒമേഗ എൻ ഇൻറ്റു സൈൻ ആൽഫ എൻ എന്നുള്ള ഫോം എനിക്കവിടെ വരും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും ഇവിടെ വരിക. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എച്ച് ഓഫ് എൻ കോസ് ഒമേഗ എൻ സൈൻ ആൽഫ എൻ മൈനസ് ഈ ടേം ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആണ് വരിക. സമ്മേഷൻ എന്ന് പറയുന്ന രണ്ടിൻ്റെയും ലിമിറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി മൈനസ് ഓഫ് ദിസ് ആണ് വരിക. രണ്ടിലും എച്ച് ഓഫ് എൻ ഉള്ളതുകൊണ്ട് അതും കോമൺ ആയിട്ട് എടുത്തു. സോ എനിക്ക് എന്ത് കിട്ടി? കോസ് ഒമേഗ എൻ സൈൻ മൈനസ് സൈൻ ഒമേഗ എൻ കോസ് ആൽഫ ഫോമിലാണ് കിട്ടിയത്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? ഈ ഒരു ആൽഫ ഒമേഗനെ എ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക.
അതുപോലെ തന്നെ ഒമേഗ എന്നിനെ ബി ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. സോ ഈ എക്സ്പ്രഷൻ എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോമാണ്. വാട്ട് ഈസ് ഇറ്റ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സൈൻ എ മൈനസ് ബി. സോ ഈ ഫോമിൽ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം. സോ ആ ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? സമ്മേഷൻ n is equal to 0 to n minus 1 h of n into സൈൻ എ മൈനസ് ബി എന്നാണ്. എ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഒമേഗ മൈനസ് ഒമേഗ എൻ ആണ്. ഇതിനകത്ത് ഒമേഗ എന്ന് പറയുന്ന കോമൺ ആയതുകൊണ്ട് ഒമേഗ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. സോ സൈൻ ഓഫ് ആൽഫ മൈനസ് എൻ ഇൻറ്റു ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന്. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന ലീനിയർ FIR ഫിൽട്ടർ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ സിമെട്രിക് ഇൻപുട്ട്. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകണമെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു ടേം ഈസ് ഈക്വൽ ടു 0 ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ h of n is equal to h of n minus 1 minus n എന്നും അതുപോലെ ആൽഫയുടെ വാല്യൂ n minus 1/2 എന്നുള്ള ഫോമിലുമാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുക. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് ഈ സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ കണ്ടീഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് h of n-ൻ്റെ എക്സ്പ്രഷനും അതുപോലെ ആൽഫയുടെ എക്സ്പ്രഷനും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് ഫേസ് ഡിലേ ആൻഡ് ഗ്രൂപ്പ് ഡിലേ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഫേസ് വെലോസിറ്റി ഗ്രൂപ്പ് വെലോസിറ്റി ഒക്കെ നമ്മൾ സിഗ്നൽസിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഫേസ് ഡിലേ ആൻഡ് ഗ്രൂപ്പ് ഡിലേ എന്ന് പറയുന്നത്. അതിൽ ഫേസ് ഡിലേനെ ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ് ആൻഡ് ഗ്രൂപ്പ് ഡിലേ ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് tau p is equal to മൈനസ് തീറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗയും ഗ്രൂപ്പ് ഡിലേ ആണെങ്കിൽ മൈനസ് d ബൈ d ഒമേഗ ഓഫ് തീറ്റ ഒമേഗയാണ് വരിക. ഫോർ FIR ഫിൽറ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ തീറ്റ ഒമേഗ എന്ന് പറയുന്നത് മൈനസ് ആൽഫ ഒമേഗയാണ് ഫോർ FIR ഫിൽറ്റർ. ദാറ്റ് ഈസ് ഒരു ലീനിയർ ഫേസ് FIR ഫിൽറ്ററാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, വിച്ച് ഈസ് വേരിയിങ് ഫ്രം -π ടു π. ഈ കൺസിഡറേഷനും കൂടെ നമ്മളവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സ്പ്രഷൻ h of n is equal to h of n minus 1 minus n and alpha is equal to n minus 1/2. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫ്രം ദിസ് ഇക്വേഷൻ ദ കണ്ടീഷൻ ക്യാൻ ബി concluded that FIR filter will have constant phase and group delay when the impulse response is symmetric about alpha is equal to n minus 1/2. ഞാൻ പറഞ്ഞിരുന്ന ഒരു സിമെട്രിക് സിഗ്നൽ ആണെങ്കിൽ അതിനൊരു മിഡിൽ പോയിന്റ് ഉണ്ടാവും. സോ ആ മിഡിൽ പോയിന്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. ലെറ്റ് us take an example. ഫോർ n is equal to ഓഡ് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക. ഓഡ് നമ്പേഴ്സ് ഉള്ള ഒരു സിഗ്നലാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 0 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് 7 പോയിന്റുകളുള്ള ഒരു സിഗ്നലാണ് അവിടെ എടുത്തിട്ടുള്ളത്, വിച്ച് ഈസ് ആൻ ഓഡ് നമ്പർ. സോ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം ദിസ് ഈസ് എ സിമെട്രിക് സിഗ്നൽ. ഇതിൻ്റെ ആൽഫ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ആൽഫയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് n minus 1/2 ആണ് അല്ലേ. സോ അതിൽ 7 ആണ് നമുക്ക് വരുന്നത്. n is equal to 7. അങ്ങനെയാണെങ്കിൽ 7 minus 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 3 ആണ് കിട്ടുക. സോ ഈ 3 ആണ് ആൽഫ. 3 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ പോയിന്റ്. സോ ഈ പോയിന്റ് ആണ് എന്ത്? എൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റൈറ്റിലേക്ക് പോയാലും ലെഫ്റ്റിലേക്ക് പോയാലും എനിക്ക് സെയിം ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതേ സെയിം പോയിന്റ് ആണ് ലെഫ്റ്റിലേക്ക് പോയാലും വരിക. അതേപോലെ ഈ 1 എടുക്കുകയാണെങ്കിൽ ഈ 5 സെയിം ആയിരിക്കും. എങ്ങനെയാണ്? അതിൻ്റെ എക്സ്പ്രഷനാണ് ദിസ് വൺ, h of n is equal to h of n minus 1 minus n, ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. സോ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ സ്മോൾ എന്നിന് നമ്മൾ ഒരു 5 കൊടുക്കാമെന്ന് വിചാരിക്കുക. ഈ 5 എന്ന് പറയുന്ന വാല്യൂ. സോ h of 5 is equal to നമുക്ക് എന്താ വരിക? h of ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നമുക്ക് 7 ആണ്. 7 minus 1 is 6. ദെൻ 6 minus n എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. ദാറ്റ് ഈസ് h of 5 is equal to നമുക്ക് എന്ത് കിട്ടും? h of 1 എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് h of 5? ദിസ് ഈസ് ദിസ് സിഗ്നൽ. വാട്ട് ഈസ് h of 1? ദിസ് സിഗ്നൽ. രണ്ടും സെയിം ആണല്ലോ അല്ലേ. സോ ഈ n is equal to ഓഡിൻ്റെ കേസിൽ ദിസ് ഈസ് സാറ്റിസ്ഫൈങ്. ഇനി ഇതേ സമയത്ത് ലെറ്റ് us take another example ഫോർ n ഈവൻ വാല്യൂ ആവുന്ന സമയത്ത് അല്ലേ. നമ്മൾ ഈ ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്? 0 1 2 3 4 5 ആണ് വരുന്നത്. ടോട്ടൽ 6 പോയിന്റ്സ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ n is an ഈവൻ നമ്പർ.
സോ ഇതിൻ്റെ കേസിൽ നമ്മൾ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് n-1/2 ആണ്. വാട്ട് ഈസ് n? ദാറ്റ് ഈസ് 6 അല്ലേ. സോ 6 - 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 2.5 കിട്ടും. സോ 2.5 എന്ന് പറയുന്നത് എവിടെയാണ്? ഈ 2ൻ്റെയും 3ൻ്റെയും നടുക്കാണ് വരിക. ദിസ് ഈസ് ദ സെൻറ്റർ പോയിന്റ്. സോ ഇതാണ് എൻ്റെ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ h of n is equal to h of n-1 - n എടുക്കുകയാണ്. സെയിം സാധനം തന്നെ നമുക്ക് 5 കൺസിഡർ ചെയ്ത് നോക്കാം. h of 5 is equal to എന്തായിരിക്കും? h of n എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. സോ 6 - 1 5 ആണ്. ദെൻ 5 മൈനസ് അഗെയിൻ 5 ആണ് വരിക, 0 ആണ് വരിക അല്ലേ. സോ h of 5 is equal to h of 6 - 1 - 5 is h of 0. സോ ഇവിടുത്തെ കേസിൽ വാട്ട് ഈസ് h of 5? നമുക്ക് 2 ആണ് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് h of 0? സെയിം അല്ലേ. സോ ഒരു സിമെട്രിക് സിഗ്നൽ എടുക്കുകയാണെങ്കിൽ അത് n ഓഡാണെങ്കിലും ഈവൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അപ്ലൈ ദിസ് ഇക്വേഷൻസ് ഫോർ FIR ഫിൽട്ടർ. ഓക്കെ, സോ ഇതാണ് ഒരു സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ആൻ FIR ഫിൽട്ടർ. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.